നാട്ടുകാരെ ഉൾപ്പെടുത്താത്ത ഭക്ഷണശാല അതിൻ്റെ വിജയപരാജയം ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ പേര് ബുഹാരി, ഞാൻ ഫുഡ് ആൽക്കമിസ്റ്റാണ്. കൂടാതെ റെസ്റ്റോറൻറ്റ്സ് ബിസിനസ് സക്സസ് ആക്കി കൊടുക്കുന്നതാണ് എൻ്റെ മറ്റൊരു തൊഴിലും ബിസിനസ്സും. അപ്പോൾ നാട്ടുകാരെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഉൾപ്പെടുത്താത്ത ബിസിനസ്സിൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ നാട്ടുകാരും നമ്മളുടെ അഭിവാജ്യ ഘടകമാണ്. അപ്പോൾ അതിന് എനിക്ക് കേച്ചേരി, എൻ്റെ സ്വദേശം കേച്ചേരിയാണ്, തൃശ്ശൂർ ജില്ലയിൽ. അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളൊരു മുസ്ലിം പള്ളിയുണ്ട് കുന്നോളം റോട്ടിൽ. അവിടെ ഒരു ഗൾഫിലെ ഒരു ഹോട്ടൽ തുടങ്ങി. പേരെടുത്ത് പറയുന്നില്ല, അയാൾക്കൊരു വിഷമം വരണ്ട. ഒരു ഗൾഫ് സ്റ്റൈലിലൊക്കെ ഫുള്ള് ഇൻറ്റീരിയലൊക്കെ കൊത്തുപണികളും സിമെൻറ്റിലുള്ള കൊത്തുപണികളും, ആ ഭാഗത്ത് കിടിലൻ ഡെക്കറേഷൻ, കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടുള്ള AC നോൺ AC ഒക്കെ ഉള്ള അടിപൊളി സംഭവം. ഒരു ഗുഹയൊക്കെ ഉള്ളിലേക്കൊക്കെ ആക്കി ഫുൾ ഇൻറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവലാണ് ഇൻറ്റീരിയൽ. നമുക്ക് പഴയ അമ്പലത്തിൽ കയറി എന്നൊക്കെ തോന്നിപ്പോവും, അത്ര ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം തുടങ്ങി. അപ്പോൾ പ്രൈസ് മെനു ഒക്കെ ഭയങ്കര ഹൈ, ആ ക്വാളിറ്റിനേക്കാൾ ഹൈ ആണ്. എന്നാൽ അതിനനുസരിച്ചുള്ള വിസിബിലിറ്റിയോ, കടയ്ക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വിസിബിലിറ്റിയോ, അതുപോലെ അതിന് മാത്രം പാർക്കിങ്ങും ഇല്ല. അതിനകത്തൊന്നൊരു മാത്രമേ അങ്ങനത്തെ കട അവിടെ ഉണ്ടെന്ന് അറിയുള്ളൂ. മെയിൻ റോഡിലാണെങ്കിലും പെട്ടെന്ന് തിരിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് കയറ്റാനോ പറ്റുന്നൊരു അന്തരീക്ഷമല്ല, ഒരാളെ ബോർഡ് നിർത്തിയിട്ട് കാണിക്കേണ്ട അവസ്ഥയാണ്. അപ്പം അങ്ങനെ അവരത് തുടങ്ങി. നാട്ടുകാർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു മെനു ഇല്ല അതിനകത്ത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞങ്ങൾ നാട്ടുകാരെയും കൂടി ഉൾപ്പെടുത്താവുന്ന രീതിയിലൊരു മെനു സെറ്റ് ചെയ്യേ, നാട്ടുകാർക്കൊരു ഓഫർ ഡിസ്കൗണ്ട് കാർഡ് വയ്ക്കുക. അപ്പോൾ പറഞ്ഞു, നാട്ടുകാരൊന്നും ശരിയല്ലടാ, അതൊന്നും വേണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ ബാംഗ്ലൂരിലെ താസ തിണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ ഗ്രൂപ്പ്സ് ഉണ്ട്. നമ്മൾ നെറ്റിലൊക്കെ അടിച്ചാൽ കാണാം, താസ തിണ്ടി. അവരുടെ ഹോട്ടലുകളിലൊക്കെ ഭയങ്കര പുറത്തുനിന്ന് തന്നെ കാണാം അവരുടെ കുക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളും പ്ലേറ്റ് വാഷിങ്ങിൻ്റെ ഏരിയ ഒക്കെ കാണാവുന്ന രീതിയിലാണ് അവരുടെ മിക്കവാറും ഹോട്ടലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യൂവിൽ നിൽക്കുക, ബില്ലടിക്കുക, ടോക്കൺ മേടിക്കുക, അതേപോലെ അപ്പുറത്തുനിന്ന് ബൈ ഹാൻഡ് മേടിക്കുക, ഇരിക്കുക, എവിടെയെങ്കിലും ഇരിക്കുക, കഴിച്ചോളുക. അതിനൊക്കെ നല്ല നമ്മൾ തിണ്ട് നമ്മളെ വരാന്തയിലൊക്കെ ഉള്ള അവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കഴിച്ചോളുക. അല്ലാതെ സീറ്റിംഗ് ഒന്നുമില്ല. എവിടെ വെള്ളത്തിന് ഒരു പോർഷൻ ഉണ്ട്, അവിടെ പോയിട്ട് വെള്ളം കുത്തി എടുക്കുക, കുടിക്കുക, കഴിച്ചോളുക, പൊക്കോളുക. പ്ലേറ്റ് എവിടെയെങ്കിലും വെച്ചാൽ മതി, അത് അവരൊന്നിട്ട് പോയിക്കോളും. എന്താ മനസ്സിലായത്? കൂടാതെ ഒരു മസാല ദോശയുടെ വില 2021 വരെ 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 25 ആക്കിയിരുന്നു ഒരിക്കൽ വഴിക്ക് പോകുമ്പോൾ. മസാല ദോശ ഒരു ചെറിയ പ്ലേറ്റിൽ ഒരു മസാല, അതിൻ്റെ ഒരു ദോശ, നമ്മൾ സാധാരണ ദോശ ഉണ്ടല്ലോ, ചെറിയ ദോശ, ആ ഒരു സൈസിലുള്ള ചെറിയ ചട്നി മടക്കിയിട്ട് കുറച്ചൊരു ഗീയുടെ അംശമൊക്കെ പുരട്ടിയിട്ട് ഒരു ഇത്തിരി കട്ടിക്കുള്ള ദോശയാണ് അവരുടെ ദോശ. അരവ് കുറച്ചിട്ടുള്ള അരവാണ്. എന്താ തിരക്ക്, ലാക്സ് ഓഫ് റുപ്പീസാണ് ബിസിനസ്. അവരാകെ അവിടെ ചെയ്യുന്നത് ഇഡ്ഡലി, മസാല ദോശ, ഒരു മറ്റേ റവ കേസരി, ചായ, കാപ്പി, ബദാം മിൽക്ക്, പരിപാടി കഴിഞ്ഞു. പക്ഷേ അത് നാട്ടുകാരെയും അതുപോലെ പുറമക്കാരെയും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ബിസിനസ്സാണ്. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ഹോട്ടലുകളിൽ പലതും നാട്ടുകാരെ ഉൾപ്പെടുത്താവുന്ന ബഡ്ജറ്റീവായിട്ടുള്ള, നാട്ടിൽ അൾട്രാ പ്രീമിയം ആളുകളുണ്ടാവും, അവർക്കുള്ള റെസിപ്പിയും ആ ക്വാളിറ്റിയിലുള്ള സാധനം നമ്മൾ അതിൽ ഡിസൈൻ ചെയ്താൽ മതി. പക്ഷേ നോർമൽ ആളുകൾക്കും, കാരണം നമ്മൾ അതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണമായിട്ട് കാണേണ്ടത് ബാറുകളൊക്കെ അൾട്രാ പ്രീമിയം ആയിരിക്കും. മിക്കവാറും അവരുടെ ഫ്രണ്ട് എൻട്രൻസും അതിൻ്റെ ഷേപ്പും അതെല്ലാം അങ്ങനെ ആയിരിക്കും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ സൈഡിലൊരു പോക്കറ്റ് വഴി വെച്ചിട്ടുണ്ടായിരിക്കും. അതാ നാട്ടിലെ സാധാരണക്കാർക്ക് കയറി 2 വിടാനുള്ള സ്ഥലമാണ്. ഞാൻ പറയുന്നത് നമ്മൾ ആ രീതിയാണ് മനസ്സിലാക്കേണ്ടത്, അഡാപ്റ്റ് ചെയ്യേണ്ടത്. കാരണം അത് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഹോട്ടലിൽ ചെയ്യുന്നവൻ ഔട്ടായി പോകരുതല്ലോ. കാരണം നമ്മളെ ലക്ഷ്യം എന്താണ്? 100%-ൽ 90% പരാജയപ്പെടുക, അതിൽ 50എങ്കിലും നമുക്ക് ഇങ്ങോട്ട് കയറ്റി വെക്കണം. അവരൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തണം. അതാണ് എൻ്റെ
ലക്ഷ്യം. അപ്പോൾ മെനു ഡിസൈൻ ചെയ്യുമ്പോൾ അതിവിദഗ്ധമായിട്ട് വെരി വെൽ കാൽക്കുലേഷനിൽ വേണം അതിനെ ഡിസൈൻ ചെയ്യാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടൊരു ഗ്യാരണ്ടി ബിസിനസ് കിട്ടും. ഇങ്ങനെ അപ്പോൾ ഒരു ഏകദേശം ഒരു രൂപം 2-3 ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. നല്ല അറിവുകൾ അത് എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുക. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ എപ്പിസോഡ് കണ്ടതിന് കൺഗ്രാജുലേഷൻസ്.